പാരിതോഷികമായിട്ടാണ്, രാഷ്ട്രീയ സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് പോലുള്ള, ആഭ്യന്തര വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പല ആളുകളും ഈ കമ്പനിക്ക് സഹായം നൽകിയിട്ടുള്ളത്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDF-ഉം ആഗ്രഹിക്കുന്നില്ല. LDF-ഉം UDF-ഉം തുല്യമായിട്ടുള്ള അളവിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. ഇത് അന്വേഷിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, വധശ്രമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോലീസ് ഒരു ഒത്തുകളിയാണ് നടത്തിയത്. ശ്രീമാൻ MV ഗോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതരായ നേതാക്കളാണ് ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്ത് നേതൃത്വം നൽകിയത്. അവരെ ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. MV ഗോവിന്ദനുണ്ട്, മുൻ മന്ത്രി ശിവൻകുട്ടിയുണ്ട്, നിലവിലുള്ള MLA ജോയ് ഉണ്ട്, നമ്മുടെ റഹീമും അതുപോലെ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള 2 രാജ്യസഭാ അംഗങ്ങൾ, ഇവരെല്ലാം ചേർന്നാണ് ഈ അക്രമി കൂട്ടങ്ങളെ അവിടെ സംഘടിപ്പിച്ചത്.